ഷാൻ ഹെൽത്ത് കിച്ചൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബോംബെ മിക്സർ അഥവാ നമ്മുടെ മഞ്ഞ മിക്സറാണ് ഇരുല്ലാത്തത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് കടലമാവ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ഗ്ലാസ് അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടലമാവ് എന്തോരം എടുക്കണം അതിൻ്റെ ഇരട്ടി അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി കളറിനായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കളർ ഉപയോഗിക്കാം, ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് റെഡി ആയോ എന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ചെറിയ അച്ചാണ് എടുത്തേക്കണത്. നമ്മുടെ മിക്സർ ചെറുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെറിയ അച്ചിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ച് നോക്കാം. ഇത് നല്ല അടിപൊളിയായിട്ട് വരണുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇനി അപ്പോൾ നമ്മളൊരു കടായി വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി വരും. അപ്പോൾ നമ്മളത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സറൊക്കെ വറുത്തെടുത്തു, മാവൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ചെറുപയറാണത്. നമ്മൾ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി അത് വെള്ളമൊക്കെ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് വറുത്തെടുക്കേണ്ടതാണ്. അപ്പോൾ ആവശ്യത്തിന് ചെറുപയർ നിങ്ങിട്ട് വറുത്തെടുക്കാം. ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തള വരണുണ്ടോ, ഈ തലയൊക്കെ മാറി ഇതൊക്കെ മാറി കഴിയുമ്പോഴാണ് ഇത് ഫ്രൈ ആയി വരുന്നത്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ തലയൊക്കെ നിന്നിട്ടുണ്ട്. നമ്മുടെ ചെറുപയർ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നു. ഇത് നമുക്കെടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മിക്സറൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ മാവ് വറുത്ത് വെച്ചത് നമുക്കൊരു പാത്രത്തിലിട്ട് ഇവനൊന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സറൊക്കെ നമ്മൾ പൊടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ചെറുപയർ നമുക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് സോൾട്ടാണ് ഇവിടെ ഉപയോഗിച്ചേക്കണത്, നമ്മുടെ ഇന്ദുപ്പ് എന്നൊക്കെ പറയണത്. അപ്പോൾ ഇതില്ലാത്തവർക്ക് നമ്മുടെ സാധാ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പക്ഷെ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന രുചിയിൽ മിക്സർ കിട്ടണമെങ്കിൽ ഈ ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സറൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് കുറേ മിക്സർ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിച്ച് അഭിപ്രായം അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാനും മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.